നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. എന്താ ചെയ്യുക? സന്തോഷത്തിന് കാരണം ഇന്നത്തെ പത്രങ്ങൾ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയപ്പോൾ എനിക്കിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നിയ ഒരു വാർത്തയെക്കുറിച്ചാണ് ആദ്യമായി ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ. ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ട് കേട്ടോ. പതിവ് പോയ നമ്മുടെ ഒരു പത്രത്തിൽ മാത്രം ഞാനിത് നോക്കിയിട്ട് കണ്ടില്ല. ഞാനൊരു 2 പ്രാവശ്യം വളരെ വിശദമായി നോക്കി. നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ ആ വാർത്ത കണ്ടില്ല കേട്ടോ. ബാക്കി 4 എൻ്റെ കയ്യിൽ കിട്ടിയ 4 പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. ഓരോരോ പത്രങ്ങളായി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇന്നത്തെ ഏറ്റവും എന്നെ ആഹ്ലാദിപ്പിച്ച, കാരണം വാർത്തകള് വ്യത്യസ്ത സമീപനമാണല്ലോ വായനക്കാർക്ക് ഉണ്ടാകുക. ചില വാർത്തകൾ കാണുമ്പോൾ ആൾക്കാർക്ക് അതിനോട് അമർഷം തോന്നും, ചിലപ്പോ അതിനോട് ഭയങ്കര സന്തോഷം തോന്നും. ചില വാർത്തകളോട് നമ്മൾ വളരെ നിർവികാരമായ മനോഭാവമായിരിക്കും, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. കുറെ കാലത്തിന് ശേഷം ഒരു വാർത്ത കാണുമ്പോൾ നമ്മളിങ്ങനെ സീതിയാജി പണ്ട് പറഞ്ഞ പോലെ ആ മയിലുണ്ടല്ലോ, ഇത് മയില് കോൾമയിർ, മറ്റേ മയിലല്ല കേട്ടോ, വേടന്റെ മയിലല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് സീതിയാജി പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. എടോ എനിക്ക് ആ മയില് വരുന്നത് ഏത് മയില് സീതിയാജിക്ക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോൾമയിൽ ഇടാ, കോൾമയർ അമ്മാതിരി കോൾമയർ. കണ്ടോ, രോമൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ സ്ട്രെയിറ്റിൽ നിൽക്കുക കേട്ടോ. ഏതായാലും ആ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കിടുകയാണ്. അത് മാതൃഭൂമിയിൽ അവസാന പേജിലാണ് കേട്ടോ വാർത്ത. മാതൃഭൂമിയിലെ അവസാന പേജിൽ, ശരിക്കും 1-ാം പേജിൽ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ മാതൃഭൂമിക്കാർ അവസാന പേജിലാണ് കൊടുത്തത്. ഇതാ കാണുന്നുണ്ടോ എന്നറിയില്ല. മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ 1.1 കോടി. ലക്ഷമൊന്നുമില്ല കേട്ടോ, ലക്ഷത്തിന്റെ കളിയില്ല. ലക്ഷത്തിന്റെ കളികൾ നമ്മൾ നിർത്തി. കോടികളാണ് ഇനി, കോടികൾ. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ എത്രയാണ്? 1.1 കോടി രൂപ. 1.1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 1,10,00,000 രൂപ ധനവകുപ്പ് പാസ്സാക്കിയിരിക്കുന്നു. പാസ്സാക്കി കൊടുത്തു. പോയി കാറ് വാങ്ങണേ, കാറ് വാങ്ങി വാ എന്നാണ് പറഞ്ഞത്. മൂപ്പര് ദുബായിലാണ് കേട്ടോ. ദുബായിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് എത്ര കോടിയുടെ? 1.1 കോടിയുടെ കാറിലാണ് രാജാവ് വരാൻ പോകുന്നത്. എന്താണ് നമ്മുടെ സിരകളിൽ ഇങ്ങനെ ആവേശം തുടിക്കുകയാണ്. നിങ്ങൾക്ക് മാതിരി ഒരു ആവേശം ഉണ്ട് തോന്നുന്നു. നമ്മുടെ മുഖ്യമന്ത്രി അല്ലടോ, നമ്മുടെ മുഖ്യമന്ത്രി ഈ വില കുറഞ്ഞ കാറിലൊക്കെ സഞ്ചരിക്കുന്നവരാ. നമുക്കൊരു മോശല്ലേ? മുഖ്യമന്ത്രിക്ക് 1 കോടി 10,00,000 രൂപയുടെ കാറ് വാങ്ങുന്നതിൽ ഒരപകതിയുമില്ല. നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കുറെ കാലത്തിന് ശേഷം എനിക്ക് മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കാൻ തോന്നിയ നിമിഷമാണ് കൂട്ടരെ ഇത്. കാരണം ഞാൻ പറയുന്നത് ഇതൊന്നും പോരാ, ഒരു വിമാനം കൂടി വേണം. ഒരു വിമാനം വേണം, പറ്റൻ ടാങ്കും വേണം. എന്നിട്ട് 3-ാം തവണ കേരളത്തിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കോൺഗ്രസ്സുകാർക്ക് പോലും സംശയം ഉണ്ടാവില്ല. ബി ജെ പിക്കാർക്ക് മാത്രമാണ് ചെറിയൊരു സംശയം കേട്ടോ. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയമില്ല. 3-ാം തവണ കേരളത്തിലെ അധികാരത്തിൽ വരാൻ പോകുന്നത് പിണറായി വിജയൻ അല്ലെങ്കിൽ മരുവാൻ വിജയൻ അല്ല, വേറൊരു പേരുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ മെയ് മാസം, അടുത്ത വർഷം ഒരു മെയ് മാസം ഉണ്ടെങ്കിൽ ആ മെയ് മാസത്തിൽ നമ്മുടെ പിണറായി വിജയൻ ഈ 1,10,00,000 രൂപയുടെ കാറിൽ കയറി കിരീടം വെച്ച് വരും മക്കളെ. അതിനാണ് നമ്മള് മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാൻ പൈസയില്ല, ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാൻ പൈസയില്ല, അല്ലേ? കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസയില്ല, കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുത്താൽ ഈ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഖജനാവ് പൂട്ടിക്കിടക്കാണ് 10 ലക്ഷം. ഇപ്പം നമ്മുടെ ട്രഷറി നിയന്ത്രണത്തിലാണ് കേട്ടോ. 2-3 ആഴ്ചകൾ ആയി ട്രഷറി നിയന്ത്രണം. 10 ലക്ഷം രൂപക്ക് മേലുള്ള ചെക്കുകൾ പാസ്സാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം കേട്ടോ. അപ്പോഴാണ് കൂട്ടരെ 1,10,00,000 രൂപ കുണ്ടായി പുഴുകി തിന്നടോ കാരണഭൂതമേ എന്ന് പറഞ്ഞ് ബാലഗോപാലൻ പാസാക്കിയിരിക്കുന്നു കാറ് വാങ്ങാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലഗോപാല എല്ലാ ചെലവുകളും നിർത്തിവെക്കൂ. മുഖ്യമന്ത്രിക്ക് വിമാനം വേണം, മുഖ്യമന്ത്രിക്ക് എന്തും വേണം, പാറ്റൻ ടാങ്കും വേണം. വിമാനത്തിൽ സഞ്ചരിക്കട്ടെ, പാറ്റൻ ടാങ്കിന്റെ അകമ്പടിയോടെ. വേണമെങ്കിൽ പാറ്റൻ ടാങ്കിലും കയറട്ടെ. കാരണം പിണറായി ഒന്നേ ഉള്ളൂ. ഞാൻ പിണറായിയുടെ ഭയങ്കര ഫാനായി മാറിയിരിക്കുന്നു കേട്ടോ. പിണറായിയുടെ പടങ്ങൾ വാങ്ങി എന്റെ മുറി മുഴുവനും ഞാൻ അലങ്കരിച്ചിരിക്കുകയാണ്. പിണറായി എന്ന് പറയുന്നത് ചില്ലറ മുതലാണോ എന്ന് ആലോചിച്ച് നോക്കിയാട്ട് നിങ്ങൾ.
ഇലക്ഷൻ ഇനി ഒരാഴ്ച തികച്ചില്ല. 9-ാം തീയതി ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 9, 11 തീയതികളിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. ഇനി കൈവിരലെണ്ണാവുന്ന ഒരു കൈയിലെ വിരലെണ്ണാവുന്ന ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് വിജയൻ എന്ത് ചെയ്യുന്നത് അറിയോ? വിജയൻ 1,10,00,000 രൂപക്ക് കാറ് വാങ്ങിയത്. എന്റെ മക്കളെ, ആർക്ക് ധൈര്യം ഉണ്ടാകും? ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അമ്മാതിരി വികാരം ഇങ്ങനെ അലയടിച്ചു വരികയാണ്. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും കെട്ടിക്കാൻ വേണ്ടിയിട്ട് വോട്ടർമാർ കാത്തിരിക്കുമ്പോഴാണ് അതിന് ഒന്നും കൂടി തീ കൊളുത്തിക്കൊണ്ട് പിണറായി വിജയൻ പോടാ പുല്ലേ എനിക്ക് 1,10,00,000 രൂപ കൊടുത്താടോ, ഞാനൊന്ന് കാറിൽ കയറി വിലസട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടല്ലോ. ആ ചങ്കൂറ്റത്തിന് കൊടുക്കണ്ടേ നമുക്ക് വോട്ട്? ആ ചങ്കൂറ്റത്തിന് വോട്ട് കൊടുക്കണ്ടേ? ഏതെങ്കിലും ആൾക്ക് ധൈര്യം ഉണ്ടാകുമോ? ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് ആരും അറിയാതെ ഈ 1,10,00,000 കാറ് വാങ്ങിയാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ പിണറായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. പിണറായി വിചാരിച്ചാൽ നമ്മുടെ മറ്റേ സിനിമയിൽ നമ്മുടെ രജനീകാന്ത് ഒക്കെ പറയുന്നുണ്ട്, ഒരു തവണ ചൊന്നാൽ 100 തവണ ചൊന്ന മാതിരി എന്ന് പറയുന്ന പോലെ പിണറായി ഒരു തവണ വേണ്ട, ഒന്ന് നോക്കിയാ മതി. ഞെട്ടും കേരളം. ഇതാ സതീശനും മറ്റേ സണ്ണി ജോസഫും ഒക്കെ ഈ ഉടുത്തതിൽ മൂത്രമൊഴിച്ച് അത് മാറ്റാൻ സമയമില്ലാതെ നടക്കുകയാണ്. പേടിച്ചിട്ട് മിണ്ടുന്നില്ല. ഇത് വേറെ വല്ല പ്രതിപക്ഷവുമാണെങ്കിൽ നിർത്തി പൊരിക്കില്ലേ? ആരും മിണ്ടുന്നില്ല. പിണറായി 1 കോടിയല്ല, 2 കോടിയല്ല, 10 കോടിയല്ല, 100 കോടിയുടെ സ്വർണം പൊതിഞ്ഞ കാർ. അതായിരുന്നു നല്ലത് കേട്ടോ. സ്വർണം, അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായി 1,10,00,000 രൂപയുടെ കാറ് വാങ്ങിയത്. ആ കാറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അറിയാം? കാറിന്റെ ഞാൻ ഭാവനയിൽ കാണുകയാണ് ആ കാറ് കേട്ടോ. ഒരുപക്ഷെ ലോകത്ത് അങ്ങനെ ഒരു കാർ ഉണ്ടാവില്ല കേട്ടോ. ആ കാറിന്റെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. കാറിന്റെ പിന്നിൽ ഒരു ക്ലോസറ്റ് ഉണ്ടാകും കേട്ടോ. നമുക്കറിയാലോ, കേരള ബസ്സിൽ പിണറായി കപ്പിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ക്ലോസറ്റ് പോലെ ഒരെണ്ണം കാറിലും ഉണ്ടാകും. കേറാൻ ലിഫ്റ്റ് ഉണ്ടാകും. അങ്ങനെ ലോകത്താദ്യമായി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വാഹനവുമായി നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പിണറായി വിജയൻ ഒരു വരവ് വരും മക്കളെ, കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് നാടുനീള കിങ്കരന്മാരെ വിട്ടിട്ടുണ്ട് കേട്ടോ. പിടിക്കും ആ സ്ത്രീ പീഡകനെ പിടിക്കും കേട്ടോ. ഇത് പിണറായിക്കും അറിയാം, പിണറായിയുടെ പാർട്ടിക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചാലും ഈ കേസ് നിൽക്കില്ല, 8 നിലയിൽ പൊട്ടുമെന്ന് പിണറായിക്ക് അറിയാം. പക്ഷേ ഇത് നീട്ടിക്കൊണ്ടുപോകാം. ഏതുവരെ? നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനായി ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ മുഴുവൻ വിരൽ തുമ്പിലിട്ട് കറക്കാൻ പിണറായി വിജയൻ അറിയാം. അത് കഴിഞ്ഞിട്ട് 2026 ജയിച്ചു കഴിഞ്ഞാൽ കോടതി രാഹുൽ മാങ്കൂട്ടത്തെ മോചിപ്പിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റവിമുക്തനാക്കട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ അതുവരെ നീട്ടിക്കൊണ്ടുപോകണം. ഇതാണ് പിണറായിയുടെ പ്ലാൻ കേട്ടോ. ഞാൻ അക്കാര്യം പിന്നെ പറയാം. ഏതായാലും ഇതാ മാതൃഭൂമിയിലെ വാർത്ത നമുക്കൊന്ന് വായിച്ച് നമുക്ക് രോമാഞ്ചമണിയാം. എല്ലാവരും കാത്തിരിക്കണം. ഇതാ വാർത്ത ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിക്ക് കാറുകൾ വാങ്ങാൻ 1.1 കോടി. മുഖ്യമന്ത്രി പിണറായി വിജയന് 2 കാർ, ഒന്നല്ല 2 കാറ്. ഈ കള്ളക്കടത്തുകാരൊക്കെ സാധാരണ ഈ 2 കാറിൽ ഇങ്ങനെ പോകും. 2 കാറിൽ എങ്ങനെ പോകുക എന്ന് വെച്ചാൽ പകുതിയും അല്ല. കാരണം ഏത് കാറിലാണ് ആള് എന്ന് എതിർ കൊള്ള സംഘത്തിന് മനസ്സിലാവരുത്. പഴയ ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കാറുകളുടെ ഇങ്ങനെ നിരനിരയായിട്ടാണ് അധോലോക രാജാക്കന്മാരൊക്കെ സഞ്ചരിക്കുക. ഒരു 15 കാർ ഇങ്ങനെ പോകും, 15 കാറ് പോകും. ഇതിൽ ഏതിലാണ് കൊള്ളത്തലവൻ ഏതിലാണുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. 15 കാറും തകർത്താലേ കൊള്ളത്തലവനെ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിണറായി ആ സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഭാഗ്യം കേട്ടോ. അങ്ങനെയെങ്കിൽ 2 കാറിന് പകരം 15 എണ്ണം വാങ്ങുമായിരുന്നു, 15 എണ്ണം വാങ്ങുമായിരുന്നു. ആര് ചോദിക്കാൻ? ആരാടോ കേരളത്തിൽ ആര് ചോദിക്കാനാണ്? ചോദിക്കേണ്ട ആൾ VD സതീശനാണ്, ചോദിക്കേണ്ട ആൾ സണ്ണി ജോസഫ് ആണ് അല്ലേ? ഇവരൊക്കെ വേണ്ടും വണ്ണം ചോദിച്ചിരുന്നെങ്കിൽ പിണറായി നിക്കറിൽ മുള്ളുമായിരുന്നു.
സ്റ്റിക്കറിൽ മുള്ളുക മാത്രമല്ല പീടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഡോ പിണറായി എന്ന് ചോദിക്കാൻ ഒരാൾക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ മാങ്കൂട്ടത്തെയാണ് പിടിച്ചകത്തിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ ഒന്നുകൂടി ഞാൻ ആരാധിച്ചു പോകുന്നത്. ഇങ്ങനെയാവണം നേതാവ്. കണ്ട് പഠിക്കടോ കോൺഗ്രസ്സുകാരെ, കണ്ട് പഠിക്ക്. ഞങ്ങളുടെ മന്ത്രിസഭയിൽ മുഴുവൻ സ്ത്രീ പീഡകരാണ്, ഞങ്ങളുടെ ആൾക്കാർ മുഴുവൻ സ്ത്രീ പീഡകരാണ്, ഞങ്ങളുടെ ബന്ധുക്കൾ മരുമോൻ ഉൾപ്പെടെ എല്ലാവരും സ്ത്രീ പീഡകരാണ് എന്നറിഞ്ഞിട്ടും എന്ന് മനസ്സിലായിട്ടും ആ തണ്ടുറപ്പുണ്ടല്ലോ ശിവൻകുട്ടി എന്താ പറഞ്ഞത് നമ്മൾ കേട്ട് രോമാഞ്ചമണിഞ്ഞില്ലേ? ഈ മുകേഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് മുകേഷ് എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. എന്ത് മുകേഷ് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഗോവിന്ദൻ എന്താ പറഞ്ഞത്? മുകേഷ് അങ്ങനെയൊക്കെ ചെയ്യും, അത് സിനിമയിലല്ലേ, സിനിമയിലെ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് എന്നാണോ അപ്പം ഗോവിന്ദ നീ കരുതിയത്? തെണ്ടി വർത്തമാനം പറയരുത് കേട്ടോ, ചെറ്റ വർത്തമാനം പറയരുത് കേട്ടോ. സിനിമയിലെ പെണ്ണുങ്ങളല്ലേ എന്ന്. സിനിമയിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കാലകത്തി വെച്ച് കൊടുക്കുകയാണോ? അഥമ ഇങ്ങന്മാര് വർത്തമാനമാണോ പറയേണ്ടത്? പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ മാപ്രകൾ ചിരിച്ച് കപ്പുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി, ഇങ്ങനെ ഒരു മന്ത്രിമാർ അല്ലേ? ഞാൻ മലയാള മനോരമ നോക്കിയപ്പോൾ മലയാള മനോരമ എന്താണെന്നറിയില്ല, ആ വാർത്ത 6-ാം പേജിലാണ് കൊടുത്തത്. 6-ാം പേജിലാണ് ആ വാർത്ത കൊടുത്തത്. മനോരമ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇതൊന്നും വലിയ വാർത്തയൊന്നുമില്ല. ഒരുപക്ഷെ പാറ്റൻ ടാങ്കും ബീമാനും വാങ്ങിയെങ്കിൽ നമുക്ക് 1-ാം പേജിൽ കൊടുക്കാം. ഇമ്മാതിരി ചീള് കേസൊക്കെ ഉള്ളിലെ പേജിൽ മതി എന്ന് മനോരമ കരുതിയിരിക്കണം. മനോരമ എഴുതുക താഴെ, പേജ് 6-ൽ താഴെയാണ് കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് പുതിയ 2 കാർ 1.10 കോടി അനുവദിച്ചു. മുഖ്യമന്ത്രിക്ക് പുതിയ 2 കാറുകൾ വാങ്ങാൻ 1.10 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു തുടങ്ങിയ വാർത്ത മനോരമയിലുമുണ്ട്. അപ്പൊ ഇതാണ് കൂട്ടരെ ഇന്നത്തെ ഏറ്റവും എന്നെ ആകർഷിച്ച, എന്നെ സന്തോഷിപ്പിച്ച വാർത്ത. നിങ്ങളെയും അതേപോലെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതിന്റെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.